ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അനന്തംപിള്ള ദീപക്കിനോട് പറയുക, പോനെ ചിലത് ചെയ്യുന്ന എന്തിനാണെന്നറിയോ, അത് മറ്റുള്ളതിന് വളവാകാൻ വേണ്ടിയാ. ഇവിടെ സംഭവിക്കുന്നു അതുതന്നെയാ. ശാരീരികമായോ മാനസികമായോ ദീപക് മോൻ അമ്മയെ ഉപദ്രവിക്കുന്നില്ല. മോൻ്റെ പടവുകൾ ചവിട്ടിക്കയറുന്നു. ചിലരെയൊക്കെ മറികടന്ന് കയറണമെങ്കിലേ കുതികാലി വെട്ടണം. കുതികാലി വെട്ടലും കാലുവാരലും ഇല്ലാതെ. മോനിങ്ങോട്ട് നോക്കിക്കേ, ദാണ്ട രാഷ്ട്രീയം പിന്നെ ഇല്ല. അയ്യോ എൻ്റെ അങ്കിളെ, ആരുടെ കുതികാലി വെട്ടാനും ഞാൻ തയ്യാറാ. അതിനി എൻ്റെ അമ്മയായാൽ പോലും അങ്കിളെ എനിക്ക് യാതൊരു സങ്കടവും ഇല്ല. അങ്ങനെ വേണം മോനെ, സങ്കടം ഉണ്ടാകാനേ പാടില്ല. സെൻറ്റിമെൻറ്റ്സ് എന്നൊരു കാര്യം ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനേ പാടില്ല. ഇതൊക്കെ തെമ്മാടിക്കൂട്ടങ്ങളുടെ സങ്കേതങ്ങളാ മോനെ. എൻ്റെ അങ്കിളെ, എനിക്കതൊക്കെ അറിയാം. ഒരു പ്രാവശ്യം ഞാൻ മോനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടി അങ്കിൾ ഒന്നുകൂടി പറയുക. മന്ത്രിയാകാനുള്ള ഒരു അവസരം ഒത്തുവന്നപ്പോൾ ഏക മകനായ നിനക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീമതി അംബികാവർമ്മ ഒന്നും പറഞ്ഞില്ല. മകനെ മറന്നിട്ട് അമ്മ പെട്ടെന്ന് ചാടിക്കേറി മന്ത്രിക്കസേരയിലങ്ങിരുന്നു. മോനെ, അതുകൊണ്ട് ഇതൊരു പകരം വീട്ടിലാണെന്ന് കരുതിയാൽ മതി. അധികാരത്തിൽ കയറി കഴിയുമ്പോൾ ഓർത്ത് രസിക്കാൻ ചില കാര്യങ്ങളൊക്കെ വേണ്ടേ നമുക്ക്. ദീപക്കും അനന്തംപിള്ളയും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കള്ളക്കരച്ചിലുമൊക്കെ പാസ്സാക്കിക്കൊണ്ട് ജയൻ അങ്ങോട്ട് വരുവാണ്. ജയൻ്റെ ആ പട്ടിമോങ്ങൽ പോലുള്ള മോങ്ങൽ കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് അനന്തംപിള്ള എവിടെ പൊടിയാടി എന്നിങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരുത്തൻ അങ്ങോട്ട് ഓടി വരുന്നു. അയാളായിരിക്കും പൊടിയാടി എങ്ങനെ അടുത്തോട്ട് വന്നപ്പോഴേ അനന്തംപിള്ളയുടെ ചെവിക്കുറ്റി നോക്കി ഒരൊറ്റടി. ആരുടെ അനുവാദത്തോടു കൂടിയാടോ ഇവനെയൊക്കെ ഇതിനകത്തോട്ട് കയറ്റിവിട്ടത്? ജയനുടനെ പറയാം, അയ്യോ അയാൾ നിരപരാധിയാ, ഇയാളെ വെട്ടിച്ച് ഞാൻ ഇതിനകത്തോട്ട് കയറി വന്നതാ. നീ എന്തിനാടാ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് ദീപക് ചോദിക്കുമ്പോൾ ജയൻ പെട്ടെന്ന് പറയാം, അയ്യോ ഞാൻ ദീപക് സാറിനെ കാണാനാ ഇങ്ങോട്ട് വന്നത്. എന്നെ കാണാനോ? എന്തിനാടോ താൻ ഇങ്ങോട്ട് വന്നത്? അത് അംബിക മാഡം പോലീസ് ക്ലബ്ബിലല്ലയോ? അതുകൊണ്ട് ആ പോലീസ് സ്റ്റേഷന് ചുറ്റും ഞാനൊരു 10 വട്ടം അങ്ങനെ റൗണ്ട് അടിച്ചു കാണും. അംബിക മാഡത്തിനെ ഒന്ന് കാണാൻ വേണ്ടി. മന്ത്രിയാണേലും അല്ലെങ്കിലും ഞാൻ അംബിക മാഡത്തിൻ്റെ PA അല്ലയോ? എനിക്കത് സഹിക്കുമോ? വനിതാ പോലീസുകാരെല്ലാവരും കൂടി മാഡത്തിനെ വളഞ്ഞിട്ട് എല്ലൊടിക്കുമോന്നാ എൻ്റെ പേടി. ദീപക് ദേഷ്യത്തോടെ പറയാം, മതി തൻ്റെ ഒരു കള്ളക്കരച്ചിൽ. താൻ പോയേ ഇവിടുന്ന്. ഞാൻ പോവില്ല. മാഡത്തിനെ ചോദ്യം ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കൽ തന്നെ ഞാൻ നിൽക്കും. എന്നെ കൊല്ലുമെങ്കിൽ അങ്ങ് കൊല്ലട്ടെ എന്നും പറഞ്ഞൊരു കള്ളക്കരച്ചിലൊക്കെ കാണിച്ചിട്ട് ജയൻ അങ്ങ് പോവുകയാണ്. അനന്തംപിള്ള എന്തോ ഒന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ജയനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. തൻ്റെ പേരെന്താണെന്നാ പറഞ്ഞേ? അതിന് ഞാൻ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. എന്നാൽ ഞാൻ ഇപ്പം ചോദിക്കാം, തൻ്റെ പേരെന്താടോ? എൻ്റെ പേര് ജയൻ. അപ്പോൾ അനന്തംപിള്ള മനസ്സിൽ പറയാം, ഇവൻ ലോകത്തുള്ള സകല ഫ്രോഡുകൾക്കും നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നവന്. മോനെ ദീപക്കെ, ഈ ജയനെ കൂടെ കൂട്ടിക്കോ. ചിതലിനടിക്കുന്ന വിഷമുണ്ടല്ലോ, പരാമറിനോടൊപ്പം ചേരുമ്പോൾ നല്ലത് തന്നെയാണ്. അങ്കിൾ എന്തുവായി പറയുന്നത്? മോനെ, ഞാൻ പറയുന്ന മോനൊന്ന് കേക്ക്. നല്ല കാര്യം മാത്രമല്ലേ ഈ അങ്കിള് മോനോട് പറയത്തുള്ളൂ. എടോ താൻ പോകണ്ട, താൻ പുറത്തുപോയി വെയിറ്റ് ചെയ്യും, ഞാൻ വിളിക്കാം. ദീപക് അങ്ങനെ ജയനോട് പറയുവാണ്. അങ്കിളിന് ഇവനെ അറിയില്ലയോ? ഇവനെ രാജുവിൻ്റെ അളിയനാ. എനിക്കറിയാം മോനെ, അതുകൊണ്ടല്ലേ ഞാൻ അവനെ കൂടെ കൂട്ടിക്കോളാൻ പറഞ്ഞത്. ഈ സമയം പ്രതാപൻ അമ്പിയെ കാണാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. എന്താ ചേച്ചി കേൾക്കുന്നത്? എന്താ ചേച്ചി സത്യത്തിൽ സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല മോനെ. നിന്നോട് ഞാൻ നുണ പറയില്ലെന്ന് നിനക്കറിയില്ലേ മോനെ? അത് ചേച്ചി പ്രത്യേകിച്ച് പറയണോ? ഏതെനിക്കറിയില്ലേ? എൻ്റെ പൊന്നു മോനെ, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ പാർട്ടി പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ കസേരയിൽ കയറി ഇരുന്നത്. നീ അസുഖം മാറി തിരിച്ചു വരുമ്പോൾ നിന്റെ മന്ത്രി കസേര ആരും കൊണ്ടുപോകാൻ ഇടവരുത്തരുത്. അതുകൊണ്ടാ മോനെ ഓടുന്ന പട്ടി ഒരു മുഴ മുമ്പേ എറിയണമെന്ന് പറഞ്ഞ പോലെ ഞാൻ ആ കസേരയിൽ കയറി ഇരുന്നത്. പക്ഷെ ആ കസേര എനിക്ക് വേണ്ടി പണിഞ്ഞ ഒരു മരക്കുരിശാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, 10,000-കണക്കിന് ചതിക്കുഴികൾ ഒരുക്കിയ പ്രത്യേക സ്ഥലമാണ് രാഷ്ട്രീയം. നമ്മളിരിക്കുന്ന കസേരയും മുമ്പിലിരിക്കുന്ന മേശയും ഓരോരോ പാരകളാണെന്ന് കരുതണം. അയ്യോ മോനെ, ചേച്ചി ഒരു നിഷ്കളങ്കയല്ലയോടാ. ചേച്ചിക്ക് ഇത് വല്ലതും അറിയായിരുന്നോ? ചേച്ചി മിനിസ്റ്ററാകാൻ തീരുമാനിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് ബോധമില്ലായിരുന്നു. എനിക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിനെ അനുവദിക്കില്ലായിരുന്നു. അംബിക മനസ്സിൽ പറയാ, നിനക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയുള്ള സ്ഥാനമാനമൊന്നും എനിക്ക് തരില്ലെന്ന് നന്നായിട്ട് അറിയായിരുന്നടാ. അതുകൊണ്ടല്ലേടാ നിന്നെ കിടത്താൻ ഞാൻ കൂട്ടുനിന്നത്. ചേച്ചിക്ക് ഭരണകാര്യങ്ങളിലൊന്നും ഒരറിവുമില്ല. ഇതുപോലെയുള്ള ചില ഏടാകൂടങ്ങളിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ജയനെ മാറ്റി നിർത്തിയിട്ട് രാജുവിനെ PA ആക്കാൻ പറഞ്ഞത്. അപ്പോൾ ചേച്ചിയാണെങ്കിലോ അവനോടുള്ള വൈരാഗ്യം മനസ്സിൽ വെച്ചോണ്ട് അവനെ അകറ്റി നിർത്തി. രാജു ചേച്ചിയോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഇതുപോലുള്ള ചതിക്കുഴിയിൽ ചെന്ന് വീടില്ലായിരുന്നു. ഒരു മതില് പോലെ നിന്ന് അവൻ ചേച്ചിയെ രക്ഷിച്ചേനെ. അംബികയ്ക്ക് വീണ്ടും മനസ്സിൽ ദേഷ്യം വരെ. പിന്നെ അവൻ്റെ ഒരു മതില്. ഞാൻ പലപ്പോഴും പല ആപത്തുകളിലും ചെന്ന് പെടുവായിരുന്നു. അവിടുന്നൊക്കെ എന്നെ രക്ഷിച്ചോണ്ട് പോരുന്നത് നമ്മുടെ രാജുവാ. ചേച്ചി, ഇതൊരു ചതി തന്നെയാ. പക്ഷെ ആരായിരിക്കും ഈ ചതിക്ക് പിന്നിൽ? ആ അനന്തംപിള്ളയ്ക്ക് ഇതിൽ എന്തെങ്കിലും റോളുണ്ടോ?
ഒന്നുമില്ല മോനെ, അയാൾ നിന്റെ മിത്രമായതിനു ശേഷം എന്നോട് ഒരു ശത്രുതയും കാണിച്ചിട്ടില്ല. എന്നെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചപ്പോൾ എതിർത്തതുമില്ല. പിന്നെ ആരായിരിക്കും ചേച്ചി ഈ ചതിയുടെ പിന്നിൽ? എനിക്കറിയില്ല മോനെ, ഇലക്ഷനൊക്കെ വരുമല്ലയോ, അത് മുന്നിൽ കണ്ട ആരോ ഒരിക്കൽ ചതിയായത്. എന്തായാലും IG ലെവലിലെ സുപ്പീരിയർ ഓഫീസേഴ്സ് ആയിരിക്കും ചേച്ചിയെ ചോദ്യം ചെയ്യുന്നത്. ചേച്ചി സത്യസന്ധമായ കാര്യങ്ങൾ പറയണം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഞാനാണെങ്കിൽ ഇപ്പോൾ മറ്റൊരു പ്രശ്നത്തിലാ ചേച്ചി. രാജുവും കുടുംബം ഇപ്പോൾ പെരുവഴിയില്ല. ആ രുക്മിണിയില്ലേ, അവരാ വീട് ഒരു റൗഡി ഭാസ്കരന് വിറ്റു. ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ഈ അംബികയാണെന്നറിയാതെ ഈ മണ്ടൻ മന്ത്രി പോയിരുന്നോ ചേച്ചിയോട് പുരാണം പറയുന്നത്. അവനോട് ഇത് എങ്ങനെ തിരികെ വാങ്ങും? അംബിക മനസ്സിൽ പറയാ, അവനെ പെരുവഴിയാക്കിയതിൻ്റെ ആധാരത്തിൻ്റെ മുന്നിൽ ഞാനാടാ ഈ അംബിക. നിന്റെ പദ്ധതി ഒന്നും നടക്കാൻ പോകുന്നില്ലടാ. എന്നാലേ ഞാൻ പോയിട്ട് വരാം, ചേച്ചി സമാധാനത്തോടെ ഇരിക്കും എന്നും പറഞ്ഞ് പ്രതാപൻ അവിടെ നിന്ന് പോവുകയാണ്. പ്രതാപൻ പോയിക്കഴിഞ്ഞപ്പോൾ അംബിക വീണ്ടും മനസ്സിൽ പറയാ, നിനക്കും നിന്റെ മകൾക്കും അവളെ കെട്ടിയെടുത്ത രാജുവിനും അവൻ്റെ കുടുംബക്കാർക്കും ഞാനൊരു സമാധാനവും കൊടുക്കില്ല. ഇനി ഞാൻ സെൻട്രൽ ജയിലിൽ കിടന്നാലും അതിനൊക്കെയുള്ള പ്ലാൻ ഞാൻ ഒരുക്കും. റൗഡി ഭാസ്കറിനും അവൻ്റെ കൂട്ടാളികളെല്ലാം ചേർന്ന് ഡ്രിങ്ക്സ് അടിക്കുവാണ്. അതിലൊരുത്തൻ ചോദിക്കുന്നു, ആ വീടിന് എത്ര കൊടുത്തത്? അതൊക്കെ ഒരു ഡീലാടാ. ഞാനും ആ രുക്മിണിയും തമ്മിലുള്ള ഒരു ഡീലാ. അവൾ എനിക്കത് ചുളു വിലക്കാടാ തന്നത്. രാജുവിനോടും കുടുംബത്തിനോടുമുള്ള അവളുടെ വ്യക്തിവൈരാഗ്യം. പക്ഷേ അത് ശരിക്കും പ്രയോജനപ്പെട്ടതാർക്കാ? എനിക്ക്. അണ്ണന് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എത്ര ലക്ഷമാ ലാഭം? അത് മറിച്ച് വിറ്റാൽ രൂപ എത്ര കയ്യിൽ വരാൻ പോകുന്നത്? ആ വീട് വെച്ച് എനിക്ക് ചില പ്ലാനൊക്കെ ഉണ്ടടാ. ഇതൊന്നും തന്നെ ചില ഒതുക്കല്ലേ, നല്ല സ്കോച്ച് വാങ്ങി തരണം ഞങ്ങൾക്ക്. അതിനെന്താ തരാവല്ലോടാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദാണ്ട നമ്മുടെ ഋതിക അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങോട്ട് നോക്കിക്കേ, മുൻ മന്ത്രി പ്രതാപവർമ്മ സാറിന്റെ മകളല്ലേ വരുന്നത്? അതെ, രാജുവിന്റെ ഭാര്യയല്ലേ അത്? ഇവളെന്തിനാ ആണുങ്ങൾ കള്ളു കുടിക്കുന്ന സ്ഥലത്തോട്ട് വരുന്നത്? അണ്ണനോട് എന്തെങ്കിലും ചോദിക്കാനായിരിക്കും. ഋതിക വന്നിട്ട് ഭാസ്കരനോട് പറയാം, ഞാൻ ഭാസ്കരൻ ചേട്ടനെ ഒന്ന് കാണാൻ വന്നതാ. അയ്യോ, അതിന് ഞങ്ങളിവിടെ കള്ളു കുടിക്കുമല്ലയോ? അതിനെന്താ, കള്ളു കുടിക്കുന്നത് നിങ്ങളല്ലേ, അതിന് എനിക്കെന്താ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അതിനെന്താ? സംസാരിച്ചോ. ഇവർ കേൾക്കാൻ സംസാരിക്കണമെന്നില്ലല്ലോ, അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചാൽ പോരെ. ഇവരൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അതുകൊണ്ടാണല്ലോ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കള്ളു കുടിക്കുന്നത്. അവരില്ലാത്ത രഹസ്യം ഒന്നും എനിക്കില്ല. അതുകൊണ്ട് കുട്ടി എന്താണെങ്കിലും പറഞ്ഞോ, എൻ്റെ പേര് ഋതിക എന്നാ. ഈ കുട്ടി എന്നുള്ള വിളിയെ അതങ്ങ് ഒഴിവാക്കിയേരെ. ഞങ്ങളൊക്കെ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കുട്ടീന്നും മോളേന്നും ഒക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ മോളെ ഞാൻ ഋതികയെന്ന് തന്നെ വിളിച്ചേക്കാം. അപ്പോഴെന്നെ കാണാൻ വന്ന എന്തിനാ ഋതികേ? അതെ, നിങ്ങൾ രുക്മിണി ആൻറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ വീട് ഞങ്ങൾക്ക് തിരിച്ചു തരണം. നിങ്ങൾ ന്യായമായി എന്ത് വില വേണമെങ്കിലും പറഞ്ഞോ, ആ വില തരാൻ ഞങ്ങൾ തയ്യാറാ. ആ പൊട്ടനൊരു പൊട്ടച്ചിരിയൊക്കെ ചിരിച്ചിട്ട് പറയാം, അതെന്തൊരു മര്യാദകേടാ ഋതികയെ പറയുന്നത്? ഞാൻ വില കൊടുത്ത് വാങ്ങിയ വീട് നിങ്ങൾക്ക് തരണമെന്ന് പറയുന്നത് എന്ത് ന്യായം? മറിച്ച് വിൽക്കാനല്ല ഞാൻ ആ വീടും പറമ്പും വാങ്ങിയത്. ആ വീട് തിരിച്ച് ചോദിക്കുന്നത് എന്ത് ന്യായമാണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ. ആ വീട് നിങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കുമ്പോൾ വർഷങ്ങളായി അവിടെ താമസിച്ചിരുന്ന വാടകക്കാരായ ഞങ്ങളോട് ഒരു വാക്ക് ചോദിക്കണ്ടേ? അതെ, വാടകക്കാരുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടാണോ ഓരോരുത്തരും അവരവരുടെ വീട് വിൽക്കുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളന്ന് സംസാരിച്ചതാ. അതുകൊണ്ട് ഇനി ആ കാര്യത്തിലോട്ടൊന്നും പോവണ്ട. വേണുവെങ്കലിനും കുടുംബത്തിനും ആ വീടിനോടൊരു വല്ലാത്ത സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഭാസ്കരേട്ടാ, ദയവായി ആ വീട് ഞങ്ങൾക്ക് തിരിച്ചു തരണം. നിങ്ങൾ പറയുന്ന വില ഞാൻ തരാം. ഇതൊരു റിക്വസ്റ്റാണ്. എന്താ ഋതിക ഈ പറയുന്നത്? ഒരാൾ ചില പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ അയാൾക്ക് അതിൻ്റെതായ ചില ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ ഇല്ലേ? ആ വീട് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തൂടെ ഹൈവേ വരാൻ പോവുക. അത് മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ രുക്മിണിയുടെ കയ്യിൽ നിന്ന് വീട് വാങ്ങിച്ചത്. ഞാൻ ആ വീട് ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ് മാൾ തുടങ്ങാൻ പോവുക. ആ ഷോപ്പിംഗ് മാളിൻ്റെ കോൺട്രാക്ടറെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മനസ്സിലായോ ഋതികേ? ഹരീഷാണ് അതിൻ്റെ കോൺട്രാക്ടർ. ഹരീഷ് നിങ്ങളുടെ ബന്ധുവല്ലയോ? അപ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചില ദുരുദ്ദേശങ്ങളോട് കൂടിയാ നിങ്ങൾ വീട് മേടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. 20 വർഷമായി വേണുവെങ്കിലും കുടുംബവും അവിടെ താമസിക്കുന്നു. അതുകൊണ്ട് ആ വീട് ഞങ്ങൾക്ക് തന്നേ പറ്റൂ. വെറുതെ വേണ്ട, നിങ്ങൾ പറയുന്ന വിലയ്ക്ക്, 4 പേര് കേട്ടാൽ ന്യായമുള്ള ഒരു വിലയ്ക്ക്. അല്ല ഋതിയെ, കാര്യങ്ങൾ സംസാരിച്ച് ഒരു ഭീഷണിയിലോട്ട് കൊണ്ടുവരുവാണല്ലോ. എന്നാൽ ഞാൻ ഉറപ്പിച്ച് പറയുക, ആ വീട് ഞാൻ മറിച്ച് വിൽക്കുന്നില്ല. വേണ്ട, നിങ്ങൾ മറിച്ച് വിൽക്കണ്ട, ഞാനത് തിരിച്ച് മേടിക്കുക. അവൻ ചിരിച്ചോണ്ട് പറയുക, മോളെ, മന്ത്രിയുടെ മോളാന്നുള്ള അഹങ്കാരമൊന്നും ഈ ഭാസ്കരനോട് വേണ്ട. പ്രതാപവർമ്മ ഇപ്പം മന്ത്രിയൊന്നുമല്ല, അയാൾ വെറും ഒരു പടവാ. അത് കേട്ടതും വന്നതോ ഋതിയയ്ക്കൊരു ദേഷ്യം. മര്യാദയ്ക്ക് സംസാരിക്കടോ. എൻ്റെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ആഹാ, പുലിമടയിൽ വന്നിട്ട് എലി വെല്ലുവിളിക്കുന്നോ? ഈ വടിവാള് ഭാസ്കരൻ ആരാന്ന് നിനക്കറിയാവോ? ഈ ഭാസ്കരനെ വടിവാള് കൊണ്ട് പണി ചെയ്തിട്ടാ ഇങ്ങനെ കോടീശ്വരനായത്. ചോര കുറെ കണ്ടവനാ ഞാൻ. ഒരാളെ കൊല്ലാൻ പോലും എനിക്ക് മടിയില്ല. അതുകൊണ്ട് പെങ്ങള് വന്ന വഴി അങ്ങ് തിരികെ പൊയ്ക്കോ.
എടങ്ങേറ് വേണ്ട, വെറുതെ ഞങ്ങളെ കൊണ്ട് കടുകയൊന്നും ചെയ്യിപ്പിക്കല്ലേ. ഋതിക രണ്ടും കൽപ്പിച്ച എടോ വീടും പറമ്പും എനിക്ക് എഴുതി തരുമെന്ന് ഉറപ്പിച്ചിട്ട് ഈ ഋതിക ഇവിടുന്ന് പോകും. അങ്ങനെയാണോടി? എന്നാലേ നീ ജീവനോടെ ഇവിടുന്ന് തിരികെ പോകില്ലടി. എടാ ഇവളെ പിടിച്ച് വണ്ടി കയറ്റടാ എന്ന് പറയുമ്പോൾ മറ്റവന്മാർ ഋതിയെ പിടിച്ച് വണ്ടി കയറ്റാൻ ഒരുങ്ങുമ്പോൾ ദാണ്ട പുറയൊക്കെ രഞ്ചിടി ഓരോന്മാർക്ക്. നോക്കുമ്പോൾ നമ്മുടെ രാജുവാണ്. രാജു ഋതിയെ പിടിച്ച് അടുത്ത് നിർത്തിയിട്ട്, ഭാസ്കര നീ ഞങ്ങളുടെ അടുത്ത് ഓലപ്പടക്കം കാണിച്ച് പേരിട്ടല്ലേ, കളി മാറുവേ. അപ്പോൾ ഋതിയെ ചോദിക്കുക, നീയൊക്കെ എന്ത് വിചാരിച്ചടാ? നിന്റെ വിരട്ട് കാണുമ്പോൾ ഞാൻ പേടിച്ചു പോകുമെന്നോ? നീയൊക്കെ ലോക തറകളായതുകൊണ്ട് തറവേല ഇറക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നീയൊക്കെ എതുവരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയാണ് രാജു അവിടെ മാറി നിന്നത്. നിനക്കറിയാവോ, രാജു എന്നോടൊപ്പം ഉള്ളപ്പോഴേ ഒരു പോറൽ പോലും എനിക്ക് കേൾക്കില്ല. ഇനി പറ ഭാസ്കര, എൻ്റെ ചോദ്യത്തിൻ്റെ ആൻസർ നെഗറ്റീവോ പോസിറ്റീവോ? എന്നാൽ എൻ്റെ ആൻസർ നെഗറ്റീവ്. ഞാൻ ആ വീട് നിങ്ങൾക്ക് തരില്ല. ഋതിക ചോദിക്കുക, ഷുവറാണോ? അതെ ഷുവർ തന്നെ. തന്നോട് ആ വീട് ഞാൻ തിരികെ വാങ്ങിച്ചാലോടോ? നീ അതിനൊന്ന് ശ്രമിച്ചു നോക്കടി. അതിനി നീ മറ്റൊരു ജന്മം കൂടി ജനിക്കണം. വേണ്ടടോ, എനിക്കതിന് ഈ ജന്മം തന്നെ ധാരാളം. സമയം പ്രതാപൻ കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഋതിക പെട്ടെന്ന് ഫോൺ ചെയ്യുവാണ്. ഫോൺ പ്രതാപനാണ്. പ്രതാപൻ ഫോൺ എടുത്തിട്ട്, എന്താ ഋതുമോളെ? അച്ഛാ, ഞാൻ ഫോൺ സ്പീക്കറിലിട്ടിരിക്കുവാണേ. ഞാനിപ്പോൾ ഈ ഭാസ്കറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. അയാളിന്നേ ആ വീട് എനിക്ക് അച്ഛൻ തിരികെ വാങ്ങിത്തരണം. ഭാസ്കര, നീ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഓ കേൾക്കുന്നുണ്ട്. ഭാസ്കര, ഞങ്ങളുടെ ആവശ്യം ന്യായമാണ്. അതുകൊണ്ട് നീയും രുക്മിണിയും നടത്തുന്ന ഈ ഡ്രാമ ഉണ്ടല്ലോ, അതങ്ങ് അവസാനിപ്പിക്കണം. ആ വീട് അവർക്ക് തിരിച്ചു കൊടുക്ക്. ഭാസ്കരനൊരു കളിയാക്കലോടെ, കോലോത്ത തമ്പുരാൻ്റെ ഓർഡറാണോ ഇത്? ഉടയോനെ, അത് അന്തക്കാലത്താ. ഞാൻ പറഞ്ഞത് കേട്ടോ? എടാ, ഞാൻ ഉടയോനൊന്നും അല്ല, ഒരു പൊതുജന പ്രവർത്തകനാ. നേരോടെ നെറിയോടെ ഇതുവരെ ജീവിച്ചു പോന്ന ഒരാളാ. അതുകൊണ്ട് വളരെ മാന്യമായിട്ട് ഞാൻ പറയുക, ന്യായമായിട്ടുള്ള വില വാങ്ങി ആ പാവങ്ങളുടെ വീട് നീ തിരിച്ചു കൊടുക്കുക. എന്നാലേ എനിക്ക് സൗകര്യമില്ല. ഒരു പല്ലുകൊഴിഞ്ഞ സിംഹമാ നിങ്ങൾ. എന്നോട് കൽപ്പിക്കാൻ വരണ്ട. പ്രതാപവർമ്മ എന്ന സിംഹത്തിന് പല്ലുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിനക്ക് വടിവാളി വീശിയല്ലേ പരിചയമുള്ളു. അതൊന്നും അല്ലടാ യഥാർത്ഥ യുദ്ധം. അതെന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. അത്രയും പറഞ്ഞിട്ട് പ്രതാപൻ ഫോൺ കട്ട് ചെയ്ത്. വടിവാള് ഭാസ്കരൻ ഋതിയോട് പറയാം, അയാളിപ്പോൾ ഇങ്ങോട്ട് വന്ന് എന്നെ അങ്ങ് വിഴുങ്ങിക്കളയും. രാജു ചിരിച്ചോണ്ട് പറയാം, ആ വരവുണ്ടല്ലോ അത് നിന്റെ അന്തകനായിട്ട് തന്നെ ആയിരിക്കും. വടിവാള് ഭാസ്കരൻ എന്ന അസുരനെ പ്രതാപവർമ്മ കൊല്ലും ഞൊട്ടു തന്നെ. രുക്മിണി ഹരീഷും കൂടെ രാജു താമസിൻ്റെ വീട്ടിൽ വന്നിട്ട് രുക്മിണി പറയാം, എടാ ആ JCB-കാരൻ വന്നില്ലല്ലോടാ. അയാൾ വരുവെന്ന് ഏറ്റിട്ടമ്മേ പോയത്. പിന്നെന്താ അയാൾ താമസിക്കുന്നത്? ഇവനൊക്കെ യാതൊരു വ്യവസ്ഥയില്ലാത്തവന്മാരാ. എടാ ഹരീഷ്, ഈ നാട്ടിൽ ഒരു JCB ഓപ്പറേറ്ററേ ഉള്ളോ? വേഗം വേറെ ആളെ വിളിക്കട. അമ്മ ഒരു 5 മിനിറ്റൂടെ വെയിറ്റ് ചെയ്യമ്മേ. ഒരാൾ വരാമെന്ന് പറഞ്ഞതല്ലേ, നോക്കാം. എത്രയും പെട്ടെന്ന് ഈ ഭാർഗവി നിലയിൽ വന്ന് ഇടിച്ച് നിരപ്പാക്കണോടാ മോനെ. ഇത് നിന്റെ തന്ത ഗോപിപ്പിള്ളയുടെ സമ്പാദ്യവാ. ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഇതെനിക്ക് എഴുതി തരാമെന്ന് വാക്ക് തന്നതാ. ഈ വീട് ഇവിടെ ഉള്ളത് തന്നെ എനിക്ക് വലിയ തലവേദനയാണ്. അപ്പോൾ JCB ഓപ്പറേറ്റർ മണി വന്നിട്ടുണ്ട് JCB ആയിട്ട്. ഹരീഷ്, JCB താണ്ട ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. രുക്മിണി പറയാം, എന്നാൽ എളുപ്പം ഇടിച്ചങ്ങോട്ട് നിരത്തിക്കോ. അതാ എനിക്കൊരു പ്രയാസം. വേണുവേട്ടനും കുടുംബം ഇവിടെ താമസിച്ചിരുന്നതല്ലയോ? അതിന് നിനക്കെന്താടോ? അല്ല, ഇത്രയും ക്രൂരത വേണോ രുക്മിണിയമ്മേ? താനാരാടോ, യേശു ക്രിസ്തുവോ അതോ മഹാത്മാഗാന്ധിയോ? ആ ദാരിദ്ര്യ കൂട്ടങ്ങളെ ഇവിടെ താമസിക്കുന്നതിന് ഒരു തെളിവ് പോലും ഉണ്ടാകാൻ പാടില്ല. സത്യത്തിലേ ഇത് ബോംബ് വെച്ച് തകർക്കേണ്ടതാ. പക്ഷെ അതിനൊക്കെ പോലീസ് വരും. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. വേഗം ഇടിച്ചു നിരത്താനുള്ള വഴി നോക്കടോ. ഹരീഷിനൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. ഈ സമയം വടിവാള് ഭാസ്കരൻ കളിയാക്കുക, അന്നദാതാവായ പൊന്നുതമ്പുരാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വന്നില്ലല്ലോ. എന്തായാലും കുറെ നാൾ നമ്മളെ ഭരിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ലേ, തമ്പുരാൻ പറഞ്ഞാൽ പിന്നെ കാത്തു നിൽക്കാതിരിക്കാൻ പറ്റുമോ? ഭാസ്കരൻ്റെ അനുയായി പറയുക, അയാളെ ആരോ ബോംബ് വെച്ച് വീഴ്ത്തി, കയ്യും കാലും ഓടി ഞാൻ ഇപ്പം കട്ടില്ല. അതൊക്കെ എനിക്കും അറിയാവടാ. ഈ വലിയ തമ്പുരാൻ ഈ ശബ്ദം മാത്രമേ ഉള്ളു, കാലും കയ്യും ഒന്നും ഇല്ലെന്നേ. ഇതൊക്കെ നമ്മളെ വെറുതെ വിരട്ടുന്നതല്ലേ. എടാ, നമുക്ക് ഇവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തങ്ങ് വിട്ടാലോ എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുവാണ് ഭാസ്കരൻ. രാജു പറയാം, എടോ മഹാരാജാവിൽ നിന്ന് മേടിക്കാനുള്ളത് മഹാരാജാവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കണം. അതുകൊണ്ടാണ് നീ എത്രയൊക്കെ ചൊറിഞ്ഞിട്ടും ഞാൻ അനങ്ങാതെ നിൽക്കുന്നത്. നിന്റെയൊക്കെ ഒരു മഹാരാജാവ്. അയാൾ വെല്ലുവിളിച്ചിട്ട് പിന്നെ അങ്ങേരെ എവിടെ പോയിടോ? കയ്യും കാലും ഒടിഞ്ഞവനെ സ്ട്രെച്ചറിലാണോ കൊണ്ടുവരുന്നത്? അപ്പോഴങ്ങോട്ട് പ്രതാപന്റെ കാറ് വരുന്നുണ്ട്. കാറിൽ നിന്നും പ്രതാപൻ ഇറങ്ങി വരുന്നത് കണ്ട് ഭാസ്കരനും കൂട്ടാളികളും ഒന്ന് ഭയന്ന്. അവർ വിചാരിച്ചില്ല പ്രതാപൻ ഇങ്ങനെയൊക്കെ എഴുന്നേറ്റ് നടക്കുമെന്ന്. എടാ, ഇത് വർമ്മ സാറല്ലയോടാ, ഇയാൾ എന്നാടാ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത്? പ്രതാപൻ അടുത്തോട്ട് വന്ന് ഭാസ്കരനോട് ചോദിക്കുന്നു, എന്താ ഭാസ്കര ഈ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അമ്പരന്ന് നോക്കുന്നത്? ഇത് ഞാൻ തന്നെയാ പ്രതാപവർമ്മ. അയ്യോ സാറ് കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് കിടക്കുവാണെന്ന് പറഞ്ഞിട്ട്. അതേ, മരുത്വാ മലയിൽ നിന്ന് ഹനുമാൻ മരുന്ന് കൊണ്ടുവന്ന് പെട്ടെന്ന് അതങ്ങ് സുഖപ്പെട്ട്.
ഭാസ്കരൻ ഇതൊന്നും അറിയില്ലല്ലോ. ഭാസ്കരൻ അറിയാവുന്ന കുറെ ചട്ടമ്പികളും ഗുണ്ടകളെ മാത്രമല്ലേ. അല്ല ഭാസ്കര, ഞാനൊരു പല്ലു കൊഴിഞ്ഞ സിംഹമാണെന്ന് നീ പ്രഖ്യാപിച്ചല്ലേ? ഈ സിംഹത്തിന് പല്ലുണ്ടോ ഇല്ലയോ എന്ന് തെളിയിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോന്നുള്ളു. ഒന്നുകിൽ ഈ പ്രതാപവർമ്മ നീ നിന്റെ കൂടെ നിൽക്കുന്ന ഈ കൂട്ടാളികളും ചേർന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. അതുമല്ലെങ്കിൽ നീ ആ രുക്മിണിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പ്രോപ്പർട്ടി രാജുവിൻ്റെ പേരിൽ തിരിച്ചെഴുതി കൊടുക്കണം. അയ്യോ, അത് നടക്കില്ലല്ലോ സാറേ. ഒരു കാര്യത്തിന് വേണ്ടി ഭാസ്കരൻ വാങ്ങിച്ച പ്രോപ്പർട്ടി ആർക്കും തിരിച്ചു കൊടുത്ത ചരിത്രമില്ല. ആ ചരിത്രമൊക്കെ ഒന്ന് തിരുത്തി കുറിക്കണം ഭാസ്കര. വടിവാള് ഭാസ്കരൻ എന്നാ എൻ്റെ പേരെങ്കിൽ ആ വീടും വസ്തുവും ഞാൻ തിരിച്ചു കൊടുക്കില്ല. പ്രതാപൻ ചിരിച്ചോണ്ട് പറയുക, എങ്കിൽ ആ വടിവാള് ഭാസ്കരൻ എന്നുള്ള പേര് തിരുത്തേണ്ടി വരുമല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, തോറ്റോടി ഭാസ്കരൻ എന്ന് മാറ്റാം. അല്ല രാജു? അത് വേണ്ട സാറേ, ഈ നെത്തോലി ഭാസ്കരൻ തിരുത്തിയാൽ മതി. രാജുവിനെ നോക്കിയിട്ട് എടാ കളിയാക്കല്ലേ, നീ കളിയാക്കണ്ട. അമ്മായിയപ്പനും മരുമോനും ശരിക്കെന്നെ അറിയില്ല. ഇവിടെ ചോര തെറിപ്പിക്കാതെ മര്യാദയ്ക്ക് തിരികെ പോകാൻ നോക്ക്. എടോ, ചോര തെറിപ്പിക്കാതെ മര്യാദയ്ക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പ്രതാപവർമ്മയ്ക്കറിയാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുക, ആ പ്രോപ്പർട്ടി രാജുവിൻ്റെ പേരിൽ എഴുതി കൊടുക്കണം. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ നീ എഴുതി തരില്ല. ഇല്ല ഇല്ല ഇല്ല. പെട്ടെന്ന് റിവോൾവർ എടുത്ത് പ്രതാപൻ ദാണ്ട വടിവാൾ ഭാസ്കരന്റെ നെറ്റിയിലോട്ടങ്ങ് വെച്ച് അടിവില്ലിൽ വീണ പെരിച്ചാഴിയെ പോലെ ദാണ്ട വരണ്ട് നിൽക്കുന്ന നമ്മുടെ വടിവാള് ഭാസ്കരൻ. അപ്പോൾ ഫ്രണ്ട്സ്, വടിവാള് ഭാസ്കരൻ പെട്ടെന്ന് പത്തി മടത്തി രാജുവിൻ്റെ പേരിൽ ആ വീടും പറമ്പും ഒക്കെ എഴുതി കൊടുക്കും. രുക്മിണി ആ വീട് പൊളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ രാജു ആ വീട് സ്വന്തമാക്കി അവിടെ ചെന്ന് രുക്മിണിയെ മകനെ ആട്ടി ഇറക്കുമെന്നുള്ള വിശ്വാസത്തോടെ നാളത്തെ റിവ്യൂമായി നമുക്ക് കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.